ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസി ഹോംമേഡ്. ഇന്നൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മൾ ശർക്കര വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളീ പലരും ഓണമൊക്കെ ആവുന്ന സമയത്ത് ഈ ശർക്കര വരട്ടി, കായ് വറുത്തതോ തുടങ്ങിയ ഐറ്റംസൊക്കെ പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറാവും പതിവല്ലേ. ഒരുപാടധികം ആളുകളൊന്നും വീട്ടിലുണ്ടാക്കാറുണ്ടാവില്ല. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് ശർക്കര വരട്ടിയും കായ് വറുത്തതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. ഉടനെ തന്നെ ഞാൻ കായ് വറുത്തതിൻ്റെ ഒരു റെസിപ്പിയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങളെല്ലാവരും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഒട്ടും നേരം കളയാതെ നമുക്ക് ശർക്കര വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കായൊക്കെ തൊലി കളഞ്ഞ് ഒന്ന് മുക്കി വെക്കാനായിട്ട് കുറച്ച് മഞ്ഞൾ വെള്ളം റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കായൊക്കെ തൊലി കളഞ്ഞ് നേരിട്ട് ഈ വെള്ളത്തിൽ മുക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ 3 പച്ച കായ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ കായയുടെ എണ്ണം കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വെക്കണം. അപ്പോൾ കായൊക്കെ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ മഞ്ഞൾ വെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നതിൽ മുക്കി വെക്കാം. ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ മുക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ബാക്കിയുള്ള 2 കായും കൂടി തൊലി കളഞ്ഞിട്ട് ഈ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് ഈ കായൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമ്മളിത് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കുള്ളൂ. അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങി വരണം. തുണി കൊണ്ട് ഉണക്കി എടുക്കൊന്നും വേണ്ട. ഇത് ഒരു 5-10 മിനിറ്റ് പുറത്ത് വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ അതിനുള്ള സമയമില്ലെങ്കിൽ മാത്രം ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും. ഇപ്പോൾ കായ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ 2 കഷ്ണമായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഈ കായ ഇതുപോലെ നടുവേ കീറിയിട്ട് കായ ഒന്ന് ചെരിച്ചരിഞ്ഞു കഴിഞ്ഞാൽ ശർക്കര വരട്ടിയുടെ ഓരോ പീസും ഇതുപോലെ കുറച്ച് നീളത്തിൽ കിട്ടും. ഞാനിപ്പോൾ ഇതങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് വറുത്തെടുക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് ചൂടാക്കി എടുക്കണം. കായയിൽ നനവുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ നനവോട് കൂടി വറുത്തെടുക്കാൻ പാടില്ല കേട്ടോ. നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ വറുത്തെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ 3 കായും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കനത്തിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്നിച്ച് ഇട്ട് കൊടുക്കണ്ട, നമുക്ക് 2 ഭാഗമായിട്ട് വറുത്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ കായയുടെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറാവും, ഉള്ളിലൊന്നും ഫ്രൈ ആയി വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കായൊക്കെ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കായ മുഴുവനായിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടാവണം. കായയുടെ വറവ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഇത് തണുത്ത് പോവും. അതുകൊണ്ട് കറക്റ്റ് ഒരു പരുവത്തിൽ അത് ഫ്രൈ ചെയ്ത് വരണം. ചെറിയൊരു ബ്രൗൺ കളറായി കിട്ടണം. ഒരുപാട് ബ്രൗൺ കളറാക്കി എടുക്കണ്ട, അപ്പോൾ അതിന് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് എന്നാൽ അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിത് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന കായും കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ശർക്കര വരട്ടിക്കുള്ള കായെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കായ നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ശർക്കരപ്പാനിയിൽ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ശർക്കരയാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 2 അച്ചേ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് ചെറിയ പീസായി മുറിച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, 1/4 കപ്പ് വെള്ളം മാത്രമേ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഈ ശർക്കര നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരണം. ഇപ്പോൾ ശർക്കര നല്ലപോലെ ഈ വെള്ളത്തിൽ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ശർക്കരയിലുള്ള തരികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ അരിച്ചെടുത്തിരിക്കുന്ന ഈ ശർക്കരപ്പാനി ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ശർക്കരപ്പാനി നന്നായി കുറുകി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് കായ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള പൊടികളൊന്ന് റെഡിയാക്കി എടുക്കാം. പൊടിയെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ശർക്കരപ്പാനിയിൽ ഈ കായ ഇട്ട് ഇളക്കിയതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ചുക്ക് പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പൊടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്.
അതിൻ്റെ കൂടെ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അതെല്ലാം കൂടി നന്നായി ഒന്ന് പൊടിച്ച് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കായുടെ ഫ്ലേവറും നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു നൂൽപ്പാകം പോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു തിക്കായിട്ടുണ്ട്. ഇതിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ലാസ്റ്റ് ഡ്രോപ്പ് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന കായൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ച് പോവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കായ ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്നതിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് നേരത്തെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. ഞാനിപ്പോൾ കായം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് ഈ പൊടിച്ചത് വെച്ചിരിക്കുന്നത് ഞാൻ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടിയും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേ ഈ കായെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വിട്ട് പോരുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ചിലപ്പോൾ മുഴുവനായിട്ട് നമുക്ക് വേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കാതെ പല തവണകളായിട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്ത് നോക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാകം മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത് കട്ടിയായി തുടങ്ങും. നമ്മൾ ഈ ശർക്കര പാനിയിൽ കായ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ശർക്കരപ്പാനിയൊക്കെ കായയിൽ പിടിച്ച് നല്ലപോലെ ഒന്ന് ഉണങ്ങി കിട്ടും. ഇത് നന്നായി ചൂടാറി കഴിയുമ്പോഴായിരിക്കും ശർക്കര വരട്ടിക്ക് ആ ഒരു ചെറിയൊരു മുറുക്കമൊക്കെ കിട്ടുക കേട്ടോ. പിന്നെ നമ്മളത് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ചുക്കും ജീരകവും ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ അളവ് കൂട്ടിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാം ഒരു മിനിമം അളവിൽ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കായ വറുത്തതിൻ്റെ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും മറക്കാതെ അതും കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.